ടി വി വേണോ ഫ്രിഡ്ജ് വേണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്തോ കമൻറ്റ് ചെയ്തോ ലൈക്ക് ചെയ്തോ എന്ന്. കാരണം ഇതുപോലുള്ള സമ്മാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കാകാൻ കിട്ടുന്നത്. അപ്പോൾ സമ്മാനങ്ങൾ കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലേ? അപ്പോൾ 20-25,000 കമൻറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഇന്ന് ഒരാളെ തേടി വന്നതാണ് കേട്ടോ. ഈ ചേച്ചിയെ ഞാൻ ഇത്രയും ദൂരം ഓടി വന്ന് ഇപ്പോൾ ഏഴുപുന്ന, കുമ്പളങ്ങി അടുത്ത് ഏഴുപുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ചേച്ചി നമ്മുടെ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 20-25,000 കമൻറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതും ഏറെ സന്തോഷത്തോടു കൂടി ചേച്ചിക്ക് ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കുകയാണ്. ചേച്ചി, നമ്മുടെ ഫ്രണ്ടിലായിട്ട് വികാസ് തരുന്ന സമ്മാനമാണ്. വികാസ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സമ്മാനമാണ്. ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഇത് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര ദൂരം ഓടി കറക്റ്റ് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എത്ര നാളായി? പള്ളിയിലെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം, 15 ഡിസംബർ 15. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പം ഈ ചേച്ചിയെ ചേട്ടൻ പൊന്നു പോലെയാണ് നോക്കുന്നത്. ആ വീൽ ചെയറൊക്കെ എടുത്ത് ചേച്ചിയെ ഇതിനകത്ത് പൊക്കിയിരുത്തുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ടത് ഈ ചേച്ചി തന്നെയാണ്. കാരണം 10-25,000 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ സമ്മാനം കൊടുക്കുമെന്ന്. സമ്മാനം കൊടുക്കും, അത് കൃത്യമായിട്ട് അവരുടെ വീട്ടിലാണ് കൊണ്ട് കൊടുക്കാറുള്ളത്. ചേച്ചി, ഹെയറിന്റെ ഫ്രിഡ്ജ് ഉണ്ട്, അടിപൊളി ഒരു സോൾഡിയറിന്റെ ടി വി ഉണ്ട്. ഇതിനകത്ത് ഏതാ ചേച്ചിക്ക് വേണ്ടേ? എനിക്ക് ഫ്രിഡ്ജ് മതി. ഫ്രിഡ്ജ് മതി? കാരണം എന്താ? ഫ്രിഡ്ജ് എനിക്ക് ഇല്ല വീട്ടിൽ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ടി വി പുതിയതായിട്ടുണ്ട്. പുതിയതായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫ്രിഡ്ജ് പുതിയത് മതി. അപ്പൊ ഞാൻ ഈ ടി വി അർഹതപ്പെട്ട വേറൊരാൾക്ക് കൊടുത്തോട്ടെ? ആയിക്കോട്ടെ, താങ്ക് യു.